ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വെള്ളം ഇപ്പോഴും ശകലം ഒന്ന് കുറവുണ്ട്, റോട്ടിൽ നിന്നൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വെള്ളപ്പൊക്കം കയറും എന്നുള്ള പേടിയിൽ തന്നെ നിൽക്കണേണ്. എന്താണെന്ന് വെച്ചാൽ ഇനിയും കൂടുതൽ ദിവസം മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി വെള്ളം ഇനിയും കയറും. അപ്പം എന്താ പറയുക, ആറിൽ അങ്ങനെ തന്നെ വെള്ളം കിടക്കണേണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും വെള്ളം ഒന്നും കൂടി റോട്ടിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം. ആരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യേണ്ടതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നേ. പുട്ടും പഴമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇനി പിന്നെ നമ്മൾ ഉച്ചക്കത്തെ കുറച്ച് ലഞ്ചിൻ്റെ ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് നമ്മുടെ അയില ഒന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ വറക്കണേണ്. അപ്പോൾ തേങ്ങ വറക്കുമ്പം 2 ഉള്ളിയും കൂടി ഇട്ടാണ് വറക്കുന്നത്. അപ്പോൾ അധികം അധികം എണ്ണയൊന്നും അധികം ഒഴിക്കില്ല, 1 സ്പൂൺ എണ്ണ ഒഴിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടും. അല്ലാണ്ട് ഒരുപാട് എണ്ണ ഇട്ടൊന്നും നമ്മൾ ഇത് തേങ്ങ വറക്കത്തില്ല. അപ്പം ഞാൻ മീനൊക്കെ രാവിലെ തന്നെ എല്ലാം വെട്ടിക്കഴുകിയൊക്കെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ മെഴുക്കുവരട്ടിയും കാര്യങ്ങളും അതെല്ലാം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിഞ്ഞു. അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയുടെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും മാത്രമാണ് ആഡ് ചെയ്യത്തുള്ളൂ ഈ വറുത്തരച്ച് വെക്കണ കറിക്ക്. ചിലവർ പെരിഞ്ജീരകമൊന്നും ഇടില്ല, പക്ഷേ പെരിഞ്ജീരകം ഇട്ടാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര നമ്മൾ തീയലൊക്കെ വെക്കണ അത്രക്കും നമുക്ക് തേങ്ങ അങ്ങോട്ട് വറക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ തീ ഓഫ് ചെയ്തിട്ടേ നമ്മൾ അതിൻ്റെ പൊടികളൊക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കരിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം ആ കരിഞ്ഞതിൻ്റെ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് വേണം. നോൺ സ്റ്റിക്കാണ്, ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഏതാണെങ്കിലും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് വറക്കാനായിട്ട് നേരത്ത് നമുക്ക് കുറച്ച് കുമ്പിളുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. ഈ മഴയൊക്കെ ആകുമ്പോൾ കുമ്പിൾ തിന്നണ ഒരു പ്രത്യേക ഒരു ഇതല്ലേ, മഴയത്തൊരു പൂതി കുമ്പിൾ തിന്നാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ചക്കയൊക്കെ കിട്ടിയ സമയത്ത് തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ചക്ക ഒത്തിരി കിട്ടിയായിരുന്നു. അപ്പം ഞാൻ റെഡിയാക്കി ഒക്കെ വേവിച്ചൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും ഓരോരോ സമയത്ത് ഇടയിൽ കൂടി ഇതും വന്നൊന്ന് ഇളക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ചക്കയൊക്കെ എന്താ പറയുക, അരിഞ്ഞ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, മിക്സിയിലടിച്ച് ഒക്കെ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ളൊരു ഗുണം. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് വെക്കണേണ്. അപ്പോൾ സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ ആണെങ്കിൽ പാവ് കാച്ചി അങ്ങനെ വെച്ചേക്കും കുറച്ച്. അപ്പം ഇന്നിപ്പോൾ ശർക്കരയൊക്കെ തീർന്ന്, അപ്പോൾ ഞാൻ ഇപ്പോൾ പാവ് കാച്ചി വെക്കണം ശർക്കര. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചാണ്. അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും കഴിയാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ പറയണം, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ആ തേങ്ങ വറക്കണ ആ സമയത്ത് തന്നെ അതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് ഞാനിതും ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ നമ്മൾ എന്താ പറയണ ചെറിയ തീയിലിട്ടേക്കുന്നത്. അപ്പോൾ ഇത് ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര ഇങ്ങനെ പാവ് കാച്ചി വെച്ചാൽ എന്താണെന്നറിയാം, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു അവൽ നനക്കോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും ഇപ്പോഴത്തെ ശർക്കരയ്ക്ക് നല്ല കൂടിയ ശർക്കരയാകുമ്പോൾ നമുക്ക് കല്ലും അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല ശർക്കരയിലൊന്നും. അപ്പോൾ എന്നാലും ഞാൻ പാവ് കാച്ചി വെക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് എളുപ്പമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ അങ്ങനെ പാവ് കാച്ചാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ ദേ പൊടികളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് വേണം. ഇവിടെ എപ്പോഴും പിരിയമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ 2 സ്പൂൺ ഇടും. പിന്നെ 2 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ കുറച്ച് പെരുംജീരകം. അപ്പോൾ പെരുംജീരകം നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വറക്കുമ്പോൾ ഒരു സ്പൂൺ പെരുംജീരകം ഇട്ട് വറക്കാം. ഞാനപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടിയുള്ള കാരണമാണ് ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തത്. അപ്പോൾ ഇനി ആ പാനിൽ തന്നെ ഇരുന്ന് അത് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴേക്കും അത് ചൂടാറിയിരിക്കും. അപ്പോൾ നമുക്കത് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുമ്പിളിൻ്റെ പരിപാടി കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെരുംജീരകം പൊടിച്ചാൽ ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് വെക്കാറ്. എന്താ പറയുക, പെരുംജീരകം നമ്മൾ മുഴുവത്തോടെയുള്ള പെരുംജീരകമാണെങ്കിലും ശരി, നമുക്ക് കുറച്ച് നാൾ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇത് പോവും. ചിലത് പൂക്കാൻ ചാൻസ് ഉണ്ട്, ചിലത് നമുക്ക് എന്താ പറയണ ഒരു ടേസ്റ്റിന് വ്യത്യാസമാവും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് കേടാവത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ആവശ്യം കാരണം ഞാൻ എപ്പോഴും അത് ഒന്ന് പൊടിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കാറ്. മിക്ക കറികൾക്കും ഞാൻ പെരുംജീരകം ചേർക്കാറുണ്ട്. അതുപോലെ ചെറിയ ജീരകം അതും ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്ത് അടുപ്പിരുന്ന് നമ്മുടെ ശർക്കര പാവ് എൻ്റെ അതും ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കുമ്പിൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പാവ് മാത്രമാണ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഒഴിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കുമ്പിളൊക്കെ ഉണ്ടാക്കാൻ തന്നെ മടിയുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്താ പറയുക, ശർക്കര ഉരുക്കി അതൊഴിച്ച് അപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ഇത് ഓൾറെഡി നമ്മുടെ ചക്കയും വേവിച്ചതിരിപ്പുണ്ട്. അപ്പോൾ പാവും ഒഴിച്ച് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തേങ്ങ ഇടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവില്ല ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, തിളച്ച ചൂടിൽ ഒഴിക്കാതിരുന്നാൽ മതി, ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇല്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്കുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ എൻ്റെ അടുത്ത് ചുക്കുണ്ടായില്ല. അപ്പോൾ നമുക്ക് മധുരം അനുസരിച്ച് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് എപ്പോഴും കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് ഇതാക്കി വെക്കാനായിട്ട്. എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റാവും ഒന്നും കൂടി ഇരുന്ന്. പിന്നെ ലൂസായാലുള്ളതൊന്നും സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇതിന് 2-3 പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, പുതിയ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പകുതി ജോലി കഴിയും. പിന്നെ നമുക്ക് ലഞ്ചൊക്കെ കഴിയുമ്പോൾ ഇത് നമുക്ക് ഇതുണ്ടാക്കി പെട്ടെന്ന് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ കഴിക്കാനൊക്കെ ഇരിക്കും വൈകിട്ടാകുമ്പോഴേക്ക് നമുക്ക് മടി വരും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പം സാധാരണ നമ്മുടെ പിന്നെ എന്താ പറയുക രാവിലത്തെ ജോലി കഴിഞ്ഞ് പോണ ആ സമയത്ത് തന്നെ നമ്മുടെ ജോലികളൊക്കെ തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീച്ച് ഇന്ന് അയിലയൊക്കെ വെട്ടി, ഇന്നലെ വൈകിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഈ വെള്ളം നീന്തി പോയ വേണം മീനൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കഴിയുന്നതും എല്ലാം നമുക്കറിയാമല്ലോ വെള്ളം ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്യും. അപ്പം മീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പോയിട്ട് മീനൊക്കെ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എല്ലാം നല്ലതായിട്ട് ഒക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് തയ്ക്കണം, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി തയ്ക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാനിപ്പോൾ ഇത്തിരി ഒരു ഇതാക്കിയാണ് വെക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് നമുക്ക് പാനി ഒഴിച്ചൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം സാധാരണ ഞാൻ ചെയ്യുമ്പോൾ അയില ചിലപ്പോൾ ഞാൻ വറുത്തിട്ട് വെക്കാറുണ്ട്. ജസ്റ്റ് ഒന്നൊരു ശാലോ ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. അത് ജസ്റ്റ് നമ്മൾ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇടാറാണ് ചെയ്തത്. അപ്പം നല്ല അയിലയുമായിരുന്നു. അപ്പം ഞാൻ അതിൽ പുളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ എരിവ് ഇപ്പം ഞാനിതിൽ കുറച്ച് എരിവുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി. എന്നിട്ട് ആ മിക്സി കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്നത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചാറ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരുമാതിരി കുറുകിയ ചാറിലാണ് എടുക്കാറ്. അപ്പോൾ ചിലവർ ഇതിൻ്റെ അകത്ത് തക്കാളി ഇട്ട് കൊടുക്കും. അപ്പോൾ തക്കാളി എന്താ പറയുക, ഒരു 1.5 തക്കാളി ഇടും. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇടും. അങ്ങനെയും വെക്കാം. പക്ഷെ ഞാൻ തക്കാളി ഇട്ടില്ല, എല്ലാം കുടംപുളി തന്നെ ഇട്ടത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഗ്യാസിൽ വെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീൻ വെക്കൽ എൻ്റെ രാവിലെ തന്നെ കഴിഞ്ഞേനെ. പക്ഷെ ഞാൻ ഇന്നൊന്ന് കുളിക്കാനൊക്കെ കുറച്ച് നേരം എടുത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ തന്നെ കുളിച്ചില്ല. ഒരു 8 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണ്ണയൊക്കെ ഇട്ട് കുളിച്ചത്. ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ 8 ആയി കുളിച്ചപ്പം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയവും എല്ലാം തെറ്റി. അല്ലെങ്കിൽ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തെ തന്നെ ചിലപ്പോൾ നമ്മൾ മീനൊക്കെ റെഡിയായെങ്കിൽ എല്ലാം അപ്പം തന്നെ കറിയും കൂടി റെഡിയാവും. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു ഇപ്പം കിടന്നുകൊണ്ട് ഇത്ര ധൃതി പിടിക്കണ്ട, പിന്നെ തയ്ക്കണം കുറച്ച്. അപ്പം അതും കൂടി ഉദ്ദേശിച്ചാണ്. അപ്പം നമുക്ക് ഇവനെ ഇപ്പം തന്നെ അടുപ്പത്തോട്ട് കയറ്റാം. പിന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത്. അപ്പോൾ നമ്മുടെ എനിക്കിപ്പം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കുക്കിങ്ങൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒഴിച്ചുകറിയുണ്ട്, പിന്നെ അതിരിപ്പുണ്ടായിരുന്നു. പിന്നെ മെഴുക്ക് പുരട്ടി ഞാൻ രാവിലെ വെച്ച്. അപ്പോൾ ഇനി ജസ്റ്റ് 2-3 പാത്രങ്ങളുണ്ട്, അതൊക്കെ കൂടി കഴുകി വെക്കണം. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇഞ്ചി ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു. ഇഞ്ചിക്കറി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇഞ്ചി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോയി നിറച്ച് മണ്ണായിരിക്കുമല്ലോ അത്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ കഴുകിയെടുത്തിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഞാനൊരു ഡബ്ബയിലിട്ട് വെക്കുന്നത്. ഒരു ബോക്സിലിട്ട് വെക്കും. പക്ഷേ ഇന്നിപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കഴുകി അവിടെ തന്നെ വെക്കും. അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ പാത്രമൊക്കെ വൃത്തികേടാവും. അപ്പം ഇഞ്ചിക്കറി കുറേ ദിവസമായി വെച്ചിട്ടെന്നും പറഞ്ഞ് ഞാനപ്പോൾ ഇഞ്ചിയൊന്ന് മേടിപ്പിച്ചതാണ്.
അപ്പോൾ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ സിങ്കും കൂടി കഴുകിയിട്ടാൽ പിന്നെ നമുക്കിപ്പം ഉച്ചക്ക് വന്ന് പിന്നെ ഉണ്ണാനൊക്കെ വന്നാലും ഒക്കെ കഴിഞ്ഞാലും വലിയ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒന്നും അധികം കാണത്തില്ല. പിന്നെ രാത്രിയാണേലും ഇപ്പോൾ നമ്മൾ ഗ്യാസും ഒക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഇപ്പോൾ വലിയത് കാണത്തില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മീൻ വറക്കണം, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് രാത്രി വലിയ ജോലി കാണത്തില്ല. ഉള്ള പാത്രം മാത്രം കഴുകുക, അത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മീൻ തിളച്ചിട്ട് ഞാൻ അത് പിന്നെ മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയിപ്പം ഞാൻ ഇത് മീൻ ഇങ്ങനെ ഒന്ന് ഇട്ടേച്ചിട്ട് ചെറിയ തീയിലിട്ടേച്ച് ഞാൻ തയ്ക്കാനൊക്കെ പോവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് വന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതിയല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എൻ്റെ മൊബൈലിൽ അലാറം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഞാനങ്ങ് പോവും, ഒരു പോക്കും പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറന്നു പോവും. എന്ത് ഗ്യാസിൽ വെച്ചാലും എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പം ഞാൻ എന്ത് വെച്ചാലും ഇപ്പോൾ ഇതെപ്പോൾ ഓഫ് ചെയ്യണമെന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഞാൻ അലാറം വെക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എൻ്റെ കാര്യം. പിന്നെ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കും, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടാന്ന് പറയും ചിലപ്പോൾ അവരും മറന്നു പോയാലോ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അലാറം വെച്ചിട്ടേ ഉള്ളൂ ഇവിടെ അടുക്കളയിൽ നിന്ന് പോകണമെങ്കിൽ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ എൻ്റെ ചിരവേമ ഇടണ ഒരു മൂടിയില്ല, അത് പോയി. അപ്പോൾ ഇനി ഞാൻ അത് തപ്പിയെടുക്കുക ഞാൻ. അപ്പം ഞാൻ ഇനിയിപ്പോൾ വേണ്ടേ, ഞാൻ കുറച്ച് തയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ അത് തയ്ക്കാൻ വേണ്ടി വന്നിരുന്നേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം 2 ചുരിദാറൊക്കെ എടുത്തായിരുന്നേ. അപ്പോൾ അത് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ എനിക്കൊന്നത് ഓൾട്ടർ ചെയ്ത് എടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ റെഡിയാക്കി വെച്ചു. നമുക്ക് ഓൾട്ടർ ചെയ്യുമ്പോൾ എന്താ പറയുക, കുറച്ച് എനിക്ക് ഒരെണ്ണം ഇത് ടൈറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറേ ദിവസമായിരിക്കണം ഇങ്ങനെ ചെയ്യണം. ഈ മിഷ്യത്തിൽ കയറി ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് നടക്കുകയുള്ളൂ. കയറി ഇരിക്കാനായിട്ടൊരു പണിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ആരും ശല്യം ചെയ്യരുത്, നമുക്ക് തയ്ച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾട്ടർ ചെയ്യാനുള്ളതൊക്കെ എടുത്ത് ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചേക്കണേണ് തയ്ക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തയ്ക്കാനെടുത്ത കറണ്ട് പോയി. അപ്പോൾ പിന്നെ അതങ്ങനെ പോയി. അപ്പോൾ ഇന്ന് എന്തായാലും തയ്ച്ചേ ഇരിക്കുമെന്നും പറഞ്ഞ് ഞാൻ, അതുകൊണ്ടാണ് എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് ഞാൻ തീർത്തെടുത്തത്. അപ്പോൾ അല്ലാണ്ട് വേറെ കുറേയൊക്കെ തയ്ക്കാനുണ്ട്. മുമ്പ് ഞാൻ ചുരിദാറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് തയ്ക്കുന്നതാണ്. ഇപ്പം എനിക്ക് മടിയായിരുന്നു, അതൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം കട്ട് ചെയ്ത് വെക്കും, പിന്നെ ഒരു ദിവസം തയ്ക്കും. ഇപ്പോൾ ഈ യൂട്യൂബിൽ കയറി വെക്കണതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര മടിയാണ് ഇപ്പോൾ എനിക്ക് എല്ലാം കൂടി ചെയ്യാനായിട്ട്. എന്നാലും സമയം ഉണ്ടാക്കി എൻ്റെയൊക്കെ തയ്ക്കാനുള്ളതൊക്കെ ആണെങ്കിൽ തയ്ക്കും. എനിക്കിഷ്ടമാണ് തയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പോൾ നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വേണം തയ്ക്കാനൊക്കെ ഇരിക്കാമെന്ന് മാത്രം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ ആ കോൺസെൻട്രേഷൻ പോവും. അപ്പം പിന്നെ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കട്ടിങ് പഠിച്ചതാണ് ചുരിദാറിൻ്റെ. വേറെ ഒന്നും പഠിച്ചില്ലേ, ചുരിദാർ മതിയല്ലോ നമുക്ക്, വേറെ എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരിദാറിൻ്റെ കട്ടിങ്ങൊക്കെ പഠിച്ചു. കുറേ തയ്ച്ചിട്ടുമുണ്ട്. അപ്പം ഒരെണ്ണം വെട്ടി വെച്ചിട്ട് ഇതേവരെ തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം അതൊക്കെ എടുത്തൊന്ന് തയ്ക്കണം. ആരുമില്ലെങ്കിൽ ഞാനിരുന്ന് തയ്ക്കുവേ. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്ന് കാര്യത്തിന് വിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് എണീച്ചു പോയി നമ്മുടെ സമയവും പോവും. തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ആരും ശല്യം ചെയ്യും. ഇവിടെ ഇരുന്ന് തയ്യൽ മാത്രം വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അടുക്കളയിലോട്ട് ഓടും, ഇതെല്ലാം ചെയ്യണം.
ഇന്നെന്തായാലും ഇതൊക്കെ തയ്ക്കാണ്ട് എണീക്കില്ലെന്ന് ഞാൻ ശപഥം ചെയ്തേക്കുക. പിന്നെ ഈ മെഷീനാകുമ്പോൾ നമുക്ക് ഒട്ടും കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് തയ്ക്കാം. പിന്നെ അത് എവിടെ വേണമെങ്കിലും കൊണ്ട് വെക്കാം. അപ്പോൾ ഏത് റൂമിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെഷീനുമാണ്. അപ്പോൾ പിന്നെ നമുക്കിനി ഞാനപ്പോൾ മീൻകറീൻ്റെ ഇടയ്ക്ക് പോയിട്ടൊന്ന് അലാറം ഞാൻ പറഞ്ഞില്ല ഓഫ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് 2 ഉലുവ ഇട്ടിട്ട് പിന്നെ 2 കടുകും ഇട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിക്കുമ്പോൾ കുറച്ചുള്ളി വേണം കേട്ടോ, എന്നാലേ ഉള്ളൂ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ 2 വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് താളിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചുരിദാർ വെച്ച് പകുതിയാക്കി വെച്ചേക്കണേണ്, ഇനി പോയി തയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ലഞ്ചെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതേ നമ്മുടെ കുമ്പിളുണ്ടാക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴനില കിട്ടിയില്ല, അധികം ഇല്ല, 2-3 ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയത്താണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വഴണയില ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ വാഴയില ഉണ്ടാക്കിയിട്ട് ആ ഇല 2-3 പിന്നെ ഇഡ്ഡലിയുടെ നമ്മൾ വെക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ മണം നല്ലതായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്തൊരു 3-4 ഇല ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ശരിക്കും അതിൻ്റെ മണമൊക്കെ ഇതിന് തന്നെ ബാക്കിയുള്ളതിനും കൂടി കിട്ടും. അപ്പോൾ ഞാൻ ഇലയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മഴ കാരണം നമുക്ക് ഇരുട്ട്, അപ്പം ഞാൻ പോയി ലൈറ്റ് ഇട്ടതാണേ. എന്നിട്ട് നന്നായിട്ട് നേരിയതാക്കി അങ്ങ് പരത്തി. അപ്പോൾ ഞാൻ പിന്നെ ഇഡലിയുടെ പാത്രമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടെല്ലാം വെച്ചിട്ട് എന്താ പറയുക, നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെച്ചിട്ട് പോവും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2:30 മണിയായിട്ടുണ്ട്. നുണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ വൈകി. എന്നിട്ട് പറയണ പോലെ അലാറം വെച്ച് എണീച്ച് വരും. അപ്പോൾ നമ്മുടെ ചായ കുടിക്കുന്ന നേരമൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ ചൂടാറിയൊക്കെ ഇരിക്കും. എനിക്കല്ലാണ്ട് നമ്മൾ കഴിക്കാതെ തോടിയൊന്നും ഉണ്ടാക്കണം, അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതിപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ ആണെങ്കിലും അതെ, നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഞാനെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത്
അപ്പോൾ ഇത് ആവി കയറുന്നതിനനുസരിച്ച് നല്ലതായിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണേ. കുമ്പളാകുമ്പോൾ കറക്റ്റ് നമുക്ക് ആവി കയറാൻ എളുപ്പമാണ്. പക്ഷേ ഈ വാഴയിലയാകുമ്പോൾ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 2 നേരെയാണെങ്കിൽ 2 കുറുകെ അങ്ങനെ വെക്കണം. അതല്ലെങ്കിൽ താഴത്തേന്ന് മുകളിൽ ആവി കയറത്തില്ല. അപ്പം എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. എല്ലാം കൂടി അടുക്കി അടുക്കി വെച്ചിട്ട് ഒരു ആവി കയറിയില്ല. അപ്പോൾ എൻ്റെ അമ്മയെ പറഞ്ഞത് അങ്ങനെ നീളയും കുറുകെ വെക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞുണ്ടാക്കി. ഇനിയിപ്പോൾ അതേ കുറച്ചും കൂടി ഉള്ളൂ മാവ്, അപ്പോഴത്തേക്കും ഫിനിഷായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ഇച്ചിരി മധുരം കുറവായിരുന്നേ. അത് മധുരം കുറവ് മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ അതൊരു സുഖം ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നല്ലതായിട്ട് മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടപ്പരിപാടിയുടെ ഇത് കഴിഞ്ഞ്, കലാപരിപാടി കഴിഞ്ഞ് ഞാൻ ദേ അടുപ്പത്തോട്ട് കയറ്റി. നമ്മൾ വേകാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവൻ അവിടെ ഇരുന്ന് ആവട്ടെ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വൈകിട്ട് ചായ കുടിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം മേളിൽ ഇട്ടിട്ടുണ്ടെന്ന്, അതൊക്കെ എടുത്ത് മാറ്റി ചായയൊക്കെ കുടിക്കാൻ പോവാണ്. പടയൊക്കെ നല്ല സോഫ്റ്റായിരുന്നേ. പിന്നെ ഭയങ്കര മഴയായിരുന്നേ. മഴയെന്ന് പറഞ്ഞാൽ തണുപ്പും കൂടി ആകുമ്പോൾ നമുക്കങ്ങ് ഇതാവും. ഒരു നാൾ മഴ പെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പം മഴ കൊണ്ട് ശല്യമാണ്. അനങ്ങിയ വെള്ളക്കേട്ട്. അപ്പോൾ വൈകിട്ട് ഞാൻ മേലൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂ ഓർക്കണേ. ഞാൻ അമ്പലത്തിൽ ദിവസവും ഇങ്ങനെ പൂ കൊടുക്കും കേട്ടോ. ഭഗവാന് ചാർത്താനായിട്ട് മാല കൊടുക്കും. അപ്പം ഞാനിപ്പോൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് കുളിച്ചിട്ട് നമ്മുടെ ജോലിയെല്ലാം ഒരുമാതിരി ഒതുക്കി വെളുപ്പിന് എണീച്ച് കുളിച്ചിട്ട് ഞാനിങ്ങനെ മാല കെട്ടി അമ്പലത്തിൽ കൊടുക്കും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഇപ്പം നാളത്തേക്കുള്ളത് ഇന്നേ കൊടുക്കും മാല. അപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മാല ചേർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തിരുമേനിയൊക്കെ അകത്ത് കയറില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളത്തെയുള്ള മാല ഇന്ന് അങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം എനിക്കങ്ങനെ പറ്റിയില്ല ഒരു ദിവസം കൊടുക്കാനായിട്ട്. അപ്പോൾ താമസിച്ചു പോയി. അപ്പം ഞാൻ തലേ ദിവസം ഇരുന്ന് ഇപ്പം തന്നെ ഇരുന്നെല്ലാം കെട്ടിയൊക്കെ വെക്കും. എന്നിട്ട് നമ്മൾ വാഴയിലയിലൊക്കെ കെട്ടി വെക്കും. എന്നിട്ട് രാവിലെ പോകുമ്പോൾ അവിടെ കൊടുക്കും. അപ്പോൾ അവർ അവിടെ എടുത്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഇടും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വൈകുന്നേരം തന്നെ പൂവൊക്കെ കോർത്തൊക്കെ അങ്ങനെ വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് ധൃതിയായിരിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാ ജോലിയും ഒക്കെ ഒരുമാതിരി തീർത്തിട്ടായിരിക്കും കുളിച്ചിട്ട് ഓടി വന്നത് കെട്ടുന്നത്. പക്ഷേ എനിക്കത് കെട്ടിക്കൊടുക്കണ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എത്ര സമയമില്ലെങ്കിലും ശരി, എനിക്കത് ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ എന്തായാലും അവിടെ ഇരുന്ന് അങ്ങനെ അത് പിന്നെ ഞാൻ 2 മാല കോർക്കുന്നുണ്ട്. അതായത് നാളെ ഇടാനുള്ളതും കൊടുക്കും, പിന്നെ മറ്റന്നത്തേക്കുള്ളതും കൊടുക്കും. ചില ദിവസം നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പറ്റത്തില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ 2 മാല കൊടുത്തിട്ട് 1 മാല അന്ന് ഭഗവാനപ്പം ചാർത്താനും പിറ്റേ ദിവസം ചാർത്താനും കൊടുക്കും. അങ്ങനെ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ വൈകിട്ടുള്ള കുറച്ച് ജോലികളൊക്കെയാണ്. വൈകിട്ട് എന്താ പറയുക, ചായ കുടിച്ചതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പാൽപ്പാത്രം, അപ്പോൾ ഞാൻ ആ പാൽപ്പാത്രം നമുക്കൊന്ന് കുതിരാൻ വേണ്ടി ഇടണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ നമുക്ക് രാത്രി ഇന്ന് സൂചിക്കോതമ്പൊക്കെയാണ്.
സൂചിഗോതമ്പിൻ്റെ കഞ്ഞിയാണേ. അപ്പം ഇനിയിപ്പോൾ അത് മാത്രം ഒന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ ഒരു മാങ്ങാച്ചാറിടണം. അപ്പം ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി അങ്ങനെയുള്ള കുറച്ച് ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കരണ്ടും പോയേ. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ ഇപ്പോൾ നാളത്തേക്ക് ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഒന്നാമത് തണുപ്പ് കാരണം പാത്രം കഴുകാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് രാത്രി ചെയ്യാൻ മടുപ്പാണ്. അപ്പം ഞാൻ സന്ധ്യയ്ക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് തന്നെ ഞാൻ കഴുകി വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്താണ്. പിന്നെ അപ്പോൾ അതേ നമ്മുടെ കഞ്ഞിയൊക്കെ വെന്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. എല്ലാവരും ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കാണ്ട് തന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.